മോഹൻലാൽ മേജർ രവി കൂട്ടുകെട്ടിനെ പറ്റി നമ്മൾ പറഞ്ഞു. അപ്പോൾ ഒരു ചെറിയൊരു ഗ്യാപ്പ് ഇപ്പോൾ വന്നു. അപ്പോൾ അടുത്ത മൂവി പെഹൽഗാം ബേസ്ഡ് മൂവിയാണെന്ന്. പെഹൽഗാം ബേസ്ഡ് മൂവിയാണ്. ഞാൻ എന്താണെന്ന് വെച്ചാൽ ഇനിയിപ്പോൾ അത് തുറന്നങ്ങ് പറയാം. പറഞ്ഞു വേറെ ആരോടെങ്കിലും പറഞ്ഞോ? എൻ്റെ അടുത്ത് ലാൽ പറഞ്ഞൊരു കാര്യമുണ്ട്. അണ്ണാ എൻ്റെ 1-2-3 പടങ്ങൾ നമ്മൾ തുടങ്ങി വെച്ചിട്ട് ഋഷഭ ഇങ്ങനെയുള്ള പടങ്ങളൊക്കെ പല പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു പ്രൊഡ്യൂസർ ഇല്ലെങ്കിൽ ആണ് അത് തുടങ്ങരുത് കേട്ടോ. നോട്ടഡ്. ഞാൻ 4 മാസമായിട്ട് ലാലായിട്ട് ഈ പടത്തിനെ കുറിച്ച് സംസാരിച്ചിട്ട് പോലുമില്ല. പക്ഷെ ഞാൻ എൻ്റെ പ്രിപ്പറേഷൻ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഈ ഇലക്ഷനത്തിൻ്റെ ഇടയിലെല്ലാം കൂടെ സ്റ്റോറി എല്ലാം ബോൾഡാക്കി പട്ടാളത്തിൻ്റെ പെർമിഷൻ കൊടുത്തു, അതെല്ലാം കൊടുത്തിട്ട് എല്ലാം ക്ലിയർ ആയിട്ട് വെച്ചിട്ടുണ്ട്. ഇപ്പം അത് ഒരാഴ്ചക്കകത്ത് ഒരു പ്രൊഡ്യൂസർ, അത് കാനഡയിൽ നിന്നാണ് വരുന്നത്, അത് വന്നു കഴിഞ്ഞാൽ വിൽ സ്റ്റാർട്ട് ദ പ്രൊജക്റ്റ്. അത് നടക്കും എന്നുള്ളത്. അപ്പം ഞാനിപ്പം ഈ പിണറായി വിജയൻ പറഞ്ഞ പോലെ കേരളയിൽ വരും കേട്ടോ എന്നല്ല പറയുന്നത്, ഇത് വന്നിരിക്കും. കാസ്റ്റിംഗ് അത് തന്നെ. ഞാൻ മോഹൻലാൽ വിൽ ബി ദേർ, ഡോണ്ട് വറി അബൌട്ട് ദാറ്റ്. അപ്പോൾ മോഹൻലാൽ തന്നെ അതാണ് നിങ്ങൾക്ക് ഒരു കഥ എങ്ങനെ വരും എന്നുള്ളത് നിങ്ങൾ പടം കാണുമ്പോഴേ അറിയാൻ പറ്റും. മെലോഡ്രാമ അല്ല, അതിനകത്ത് ഞാൻ എപ്പോഴും റിയലിസ്റ്റിക് ആയിട്ടാണ് പറയുന്നത്. അപ്പോൾ ഈ 26 പേരുടെ ഒരു കഥയുണ്ട്. അത് നിങ്ങളാരും കണ്ടിട്ടില്ല. അവർ മരിക്കുമ്പോഴും അവരുടെ വികാരങ്ങൾ എന്തൊക്കെയായിരുന്നു എന്നുള്ളത്. ആ മരിച്ചു പോയിട്ടുള്ളവരുടെ അവർ പോയി, പക്ഷെ അവരെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന കുറേ ആൾക്കാരുണ്ട്. ഭാര്യ പോയി, ഭർത്താവ് പോയി, ഭാര്യ, മക്കള്, അതുപോലെ തന്നെ ചേട്ടൻ, അനിയൻ, ഇങ്ങനെയൊക്കെയുള്ള പല റിലേഷൻസും പുറത്ത് നിൽക്കുന്നുണ്ട്. അപ്പം അവരെ വെച്ചിട്ടുള്ള ഒരു ഡീറ്റെയിൽ, ആ ഒരു മനുഷ്യത്വത്തിൻ്റെ ഒരു സൈഡ് അങ്ങ് പോകും. ഈ പറഞ്ഞ പോലെ പിക്കറ്റ് ഫോർട്ടിക്കകത്ത് ഉണ്ടാക്കിയ ഒരു മനുഷ്യത്വം കൂടെ ഉണ്ടാക്കിയിട്ട് പിന്നെ വരുന്ന എന്താണ്, കിൽ ദാറ്റ്. അത് വരുമ്പോഴായിരിക്കും നമ്മൾ ആ യുദ്ധവും കാര്യങ്ങളെല്ലാം കാണിച്ച് പിന്നെ ഒരു ചോദ്യം വരുന്നുണ്ട്, ഈ 4 പേരെവിടെയാണ്. അതും അങ്ങനെയാണ് ഞാൻ ഈ പടം കൊണ്ടുപോകുന്നത്. റിവെഞ്ചിന്റെ പീക്ക് ലെവലാണ് നിൽക്കുന്നതാണ്. ആ റിവെഞ്ചിന്റെ പീക്ക് എനിക്ക് ഞാൻ ഓപ്പറേഷൻ സിന്ദൂറിൽ കാണിക്കും. വൈ ബിക്കോസ് ഈ 26 ഇന്നസെന്റ് ആയിട്ടുള്ള ആളുകളെ നിങ്ങൾ ഈ കൊല്ലുന്ന സമയത്ത് അവർ കരഞ്ഞ കരച്ചിൽ നിങ്ങൾ കാണും. അവരുടെ മനോവിഷമം, അവരുടെ ഷോക്ക്, ഇതെല്ലാം കഴിഞ്ഞാൽ നിങ്ങളും ആഗ്രഹിക്കും. അതന്നെയായിരിക്കും ഓരോ ഇന്ത്യനും ആഗ്രഹിക്കേണ്ടത്. ആ ഒരു സംഭവം ക്ലൈമാക്സ് ഞാൻ അവിടെ കൊണ്ടുവന്ന് തരുമത്.